ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അടിയൻ്റെ ഹൃദയത്തോട് ദൈവം സംസാരിച്ച ഒരു വചനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 25 വാക്യം. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു, ദൈവം അറിഞ്ഞു. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ പുറപ്പാട് പുസ്തകം നിങ്ങൾ ഒരുപാട് വട്ടം വായിച്ചിട്ടുള്ളവരായിരിക്കാം. കഴിഞ്ഞ ദിവസം ഇത് വായിച്ചപ്പോൾ അടിയൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു വചനമാണത്. അതായത് ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു, ദൈവം അറിഞ്ഞു. അതുപോലെ തന്നെ 3-ാം അധ്യായത്തിൻ്റെ പുറപ്പാട് 3:7 പറയാണ്, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു, അതുപോലെ തന്നെ അവരുടെ നിലവിളിയും കേട്ടു. ആമേൻ, സ്തോത്രം. വളരെ സന്തോഷകരമായ ഒരു ഭാഗമാണ്. അതായത് തൻ്റെ ഭക്തന്മാരുടെ, തൻ്റെ മക്കളുടെ നിന്ദകളെ അല്ലെങ്കിൽ അവരുടെ നിലവിളിയെ അവരെ അറിയുന്ന ഒരു ദൈവം നമുക്കുള്ളത് തന്നെയാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആമേൻ, സ്തോത്രം. നമ്മെ അടുത്തറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവനോ പൊന്നോ വെള്ളിയോ ഒന്നും നമ്മൾ പകരമായി കൊടുക്കേണ്ട. പക്ഷെ ദൈവം നമ്മുടെ ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടിയെടുത്തതും പാപികളായ നമ്മളെ ദൈവം ഇത്രത്തോളം സ്നേഹിക്കുന്നത്, ആമേൻ, സ്തോത്രം, നമ്മെ അറിയുന്ന ഒരു സ്വർഗം ഉള്ളത് തന്നെ നമ്മുടെ വലിയൊരു ഭാഗ്യമാണ്. ആമേൻ, സ്തോത്രം. ഈ ദൈവം നമ്മളെ അറിഞ്ഞു. ആമേൻ, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, അല്ലേ? ഈ ഒരു ഭാഗത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മോശയുടെ ഒരു ഭാഗമാണ്. അതായത് അവൻ വളർന്ന വലുതായ ശേഷം അവൻ ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നു മണലിൽ മറവ് ചെയ്തു, അല്ലേ? ഇതിപ്പോൾ അവിടെയുള്ളവരെല്ലാം അറിയും. ഫറവോനെ പേടിച്ച് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നൊരു ഭാഗമാണ്. അതായത് അവൻ അവിടെ നിന്ന് ഓടിപ്പോയിട്ട് മിദ്യാനിൽ പോയി പാർത്ത്, അവിടെ അവനൊരു ഫാമിലി ആയി, അല്ലേ? ഒരു ഭാര്യയെ കിട്ടി, മക്കളായി. അങ്ങനെ അവൻ ആടുമാടുകളെ നോക്കി. ഇവിടെ പറയാൻ അമ്മായപ്പനും മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനും യിത്രോവിൻ്റെ ആടുകളെയൊക്കെ മേയിച്ചു കൊണ്ട് മോശ നടക്കുവാണ്. അപ്പോൾ അവൻ മറ്റേടത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ഇവിടെ പറയുന്നുണ്ട്, ഷണ്ടയിട്ട് അന്യായം ചെയ്തു. അതുപോലെ മിസ്രൈമ്യർ അടിക്കുന്നത് കണ്ടിട്ട് അവൻ അങ്ങോട്ടും, അപ്പം മിസ്രൈമിനെ അത് അടിച്ചു കൊന്നിട്ട് അവൻ ഇപ്പം മിദ്യാനി വന്ന് പാർക്കാണ്, അവിടുത്തെ ഫറവോനെ പേടിച്ചിട്ട്, അല്ലേ? അപ്പോൾ അവൻ അവിടെ നിന്ന് ഓടി ഇവിടെ വന്നു. അപ്പോൾ അവിടെ ആയിരിക്കുന്ന ജനങ്ങൾക്ക് നിലവിളിയാണ്. ആമേൻ, സ്തോത്രം. അതിൽ 23 പറയണം, ഇസ്രായേൽ രാജാവ് മരിച്ചു, ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ആമേൻ, സ്തോത്രം. അവർ മിണ്ടാതിരുന്നില്ല, അവർ നിലവിളിച്ചു. ദൈവസന്നിധിയിൽ അവരെന്ത് ചെയ്തു? നിലവിളിച്ചു. അടിമവേല ഹേതുവാണ് നിലവിളി എവിടെ എത്തി? ദൈവസന്നിധിയിൽ എത്തി എന്ന് നമുക്ക് വായിക്കാം. ആമേൻ, സ്തോത്രം. അപ്പോൾ ഇതിൽ യാതൊരു ബന്ധമില്ലാത്ത പോലെ മോശ ആ സ്ഥലത്തുനിന്ന് മാറി ഇപ്പം നിൽക്കുകയാണ്, അല്ലേ? ഇങ്ങനെ അവൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുൾപ്പടർപ്പിൽ ദൈവം വന്ന് അവനോട് പറഞ്ഞത്, ഞാൻ ഇസഹാക്കിൻ്റെ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. ഉടനെ അവൻ തല എന്ത് ചെയ്തു? കുമ്പിട്ടല്ല, അത് ഭയപ്പെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവൻ ഇതിനു മുന്നേ ചെയ്ത ആ ഒരു പാപം ഓർത്തിട്ടായിരിക്കാം, ഒരാളെ കൊന്നു അത് ഓർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ യഹോവയെ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ മുഖം താഴ്ത്തി എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ എന്ത് ചെയ്തു? മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ട് അവരുടെ നിലവിളി ഞാൻ കേട്ടു. അപ്പം നീ എന്ത് ചെയ്യണം? അവരെ രക്ഷിക്കണം. അപ്പോൾ അവൻ പറയാണ്, ഞാൻ എന്തുള്ളൂ, അല്ലേ? മോശ ദൈവത്തോട് പറയാണ്, ഫറവോൻ്റെ അടുക്കൽ പോവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുള്ളൂ. അപ്പോൾ ദൈവം പറയാണ്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ആമേൻ, സ്തോത്രം. ഇതിൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആണ്. എൻ്റെ ഹൃദയത്തിൽ ദൈവം തോന്നിപ്പിച്ചൊരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, നിലവിളിക്കുന്ന തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അവരെ രക്ഷിക്കേണ്ടതിന് അവരെ രക്ഷിക്കേണ്ടതിന് ദൈവം മിദ്യാനിൽ കിടന്ന്, അത് ആടുമാടുകളെ നോക്കിക്കൊണ്ടിരുന്ന മോശ, അല്ല, മിസ്രൈമിൽ നിന്ന് അവൻ ഓടിപ്പോയിട്ട് മിദ്യാനിൽ ചെന്ന് പാർക്കുന്ന അവനെ ദൈവം മടക്കി വരുത്തിയത് തൻ്റെ ജനത്തിൻ്റെ ഒരു വിടുതലായിട്ടാണ്, അല്ല, മോശേനെ ദൈവം കൊണ്ടുവന്നത്. അപ്പം നിലവിളിക്കാതെ ആ ജനങ്ങൾ ഇരുന്നിരുന്നെങ്കിൽ, ആമേൻ, സ്തോത്രം, അല്ലെങ്കിൽ ഇത് അടിമവേലയാണ്,
അങ്ങനെ പിന്നെ ആ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, ഇതിലും ഭേദം ഞങ്ങൾ ഫറവോന്റെ കീഴിൽ അടിമവേല, അത് നന്ദിയില്ലാത്ത വർത്താനം ഇസ്രായേൽ ജനങ്ങൾ പറയുന്നുണ്ട് പിന്നീട്. പക്ഷെ ഇപ്പോൾ അവരെന്ത് ചെയ്തില്ല, അവർക്കൊരു പ്രശ്നം അല്ലെങ്കിൽ അടിമവേലയുടെ വർധനവ് വന്നപ്പോൾ അവരെന്ത് ചെയ്തില്ല, അടങ്ങിയിരിക്കാതെ യഹോവയോട് അവരെന്ത് ചെയ്തു, നിലവിളിച്ചു. ആമേൻ സ്തോത്രം. ആ ഒരു ഭാഗമാണ് എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്തത്. അവർക്ക് വേണ്ടി തൻ്റെ മോശയെ ദൈവം കൊണ്ടുവരുവാനും അവരെ അവിടെ നിന്ന് വിടുവിപ്പാനും പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോകാനും സഹായിച്ചു. അതെന്ത് തന്നെ ഹിസ്റ്ററികൾ ഒത്തിരി ഉണ്ട്. എങ്കിലും നിങ്ങളൊന്ന് ഒരു കാര്യം ചിന്തിക്കണം, നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ചില വ്യക്തികളോട് സംസാരിപ്പാൻ തക്കോണം യഹോവ നമുക്ക് വേണ്ടി മതിയായവനാണ്. ആമേൻ സ്തോത്രം. ഇപ്പം നിങ്ങൾ നിലവിളിക്കുന്ന ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ എന്നെ ആര് സഹായിക്കും എന്നോർത്ത് നീ ഇരിക്കണ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ലിസ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടല്ലോ, ഇന്ന ആളുടെ അടുത്ത് പോകാം ആദ്യം, അവർ നമ്മളെ സഹായിക്കുമായിരിക്കും. അല്ലെ മനുഷ്യർ പലരുടെ ലിസ്റ്റുകൾ, ചിലപ്പോൾ അപ്പനമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം, നമ്മൾ കുറച്ച് പേരിൽ ആശ്രയിച്ചിരിപ്പുണ്ട് അല്ലേ. ആദ്യം തന്നെ അത് നമ്മൾ കട്ട് ചെയ്യുക. ആമേൻ സ്തോത്രം. ആദ്യം തന്നെ അത് വേണ്ടെന്ന് വെക്കുക. എന്നുവെച്ചാൽ മനുഷ്യരെ വെറുക്കാനല്ല, ആദ്യം തന്നെ ക്രിസ്തുവിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആ പ്രശ്നം ഭരമേൽപ്പിച്ചിട്ട് ദൈവം പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോയ എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ടെന്ന് എനിക്കും നിനക്കും പറയാനായിട്ട് കഴിയും. ആമേൻ സ്തോത്രം. അപ്പം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്നാണ് ദൈവം പറയുന്നത് അല്ലേ. അപ്പം ഇത്രയും നല്ലൊരു ദൈവം നമുക്കുള്ളത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ എന്താ പറയുന്നത്, ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിയുന്നു. ആമേൻ സ്തോത്രം. ദൈവം അവരുടെ സങ്കടങ്ങളും നിലവിളിയും കേട്ട പ്രകാരം മോശേനെ കൊണ്ടുവരികയും ദൈവപ്രവൃത്തി അവിടെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ഒരു പ്രശ്നം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിലവിളിക്കുക, ദൈവത്തിൻ്റെ കാല് പിടിച്ച് അവനോട് എന്ത് ചെയ്യുക, നിലവിളിക്കുക. നീ അല്ലാതെ ഒരു സഹായം ഞങ്ങൾക്കില്ല. ആമേൻ സ്തോത്രം. ഞങ്ങളുടെ സഹായം നീ ആ യഹോവയോട് എന്ത് ചെയ്യുക, നിലവിളിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും, ചില പ്രവർത്തികളും ചില അധിപതികളോടും നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. ആ ഒരു ഭാഗം എൻ്റെ ഹൃദയത്തെ ഒരുപാട് സന്തോഷിപ്പാനിടയായിത്തീർന്നു. ഇതുപോലെ തന്നെയാണ് ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ അല്ലേ, ഒരു രാത്രിയിൽ സ്നേഹിതൻ ചെന്ന് 3 അപ്പം വായ്പ തരണമെന്നൊരു അർദ്ധരാത്രിയിൽ ഒരാളോട് ചോദിക്കുവാനിടയാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, വീണ്ടും വീണ്ടും ചോദിക്കുന്ന നിമിത്തം അവനത് ചെയ്തു കൊടുക്കേണ്ടി വരിക. ആ ഒരു ഭാഗം 11-ാം അധ്യായത്തിൽ പറയാണ് അല്ലേ. അപ്പം അത് ദൈവയുടെ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, അത് കണ്ടെത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു ഭാഗം കൂടെ ചിന്തിക്കാം. മർക്കോസിലെ 10-ാം അധ്യായത്തിന് 46-ൽ ഒരു ബർത്തിമായി എന്ന കുരുടനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അവൻ്റെ അവസ്ഥയിൽ അവൻ കുരുടനായി ജനിച്ചു. ചിലപ്പോൾ അവൻ്റെ ജീവിതകാലം പകുതി വരെ അവൻ കുരുടനായിട്ടായിരിക്കാം ജീവിച്ചത്. പക്ഷേ യേശുവിനെ കണ്ടപ്പോൾ അവൻ അങ്ങനെ തന്നെ ഇരിപ്പാൻ ആഗ്രഹമില്ല. ഇത്രയോ ആയില്ല, ഇനി ഇങ്ങനെ തന്നെ അങ്ങ് മരണം വരെ ഇരിക്കാമെന്ന് അവൻ ചിന്തിച്ചില്ല. അവനൊരു മാറ്റം അവൻ ആഗ്രഹിക്കുകയും അവൻ ദൈവത്തെ ദാവീദ് പുത്ര, യേശു അത് കേട്ടിട്ടാണ് അവൻ ദാവീദ് പുത്ര യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങുവാനായിട്ട്. അവൻ മിണ്ടാതിരുന്നില്ല, അവൻ്റെ അവസ്ഥയിൽ ഒതുങ്ങുവാനിരുന്നില്ല. അവൻ എന്ത് ചെയ്തു, നിലവിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മിണ്ടാതിരിപ്പം പലരും അവനെ ശാസിച്ചിട്ടും അവൻ എന്ത് ചെയ്തു, വിളിക്കേണ്ടവനെ വിളിച്ചു. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നവൻ ഏറ്റവും അധികം നിലവിളിച്ചു എന്ന് നമുക്ക് വായിക്കാം അല്ലേ. അപ്പോൾ എന്താണ്, ദൈവം അവനെ എന്ത് ചെയ്തു, ധൈര്യപ്പെടുക, എഴുന്നേൽക്കാൻ നിന്നെ വിളിക്കുന്നു എന്നവൻ പറഞ്ഞു കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പും ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് യേശു അവനോട്, ഞാൻ നിനക്ക് എന്തു ചെയ്ത് തരണമെന്ന് ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. പ്രഭു, നീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. ഉടനെ അവന് കാഴ്ച പ്രാപിച്ചു. ഇത്രോ നാളത്തെ അന്ധകാരത്തിൽ നിന്ന് അവന് പുറത്തു വരുവാൻ തക്കവണ്ണം അവൻ വിളിക്കേണ്ടവനെ ആശ്രയിച്ചത് കൊണ്ടാണ്. ആമേൻ സ്തോത്രം. ഇപ്പം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് എത്രയോ നല്ലതാണ്. അപ്പം ഈ നാളുകളിൽ നമ്മൾ ആരെയെങ്കിലും ഏതെങ്കിലും മനുഷ്യന്മാരിൽ ആശ്രയിച്ച് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ യഹോവയോട് നിലവിളിക്കുക, അവനോട് പ്രാർത്ഥിക്കുക. അവൻ നിങ്ങൾക്ക് വേണ്ടി ചിലവരോട് എന്ത് ചെയ്യും, സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അല്ലാതെ സ്വയം പെറുപെറുത്തിരിക്കാതെ എന്നെ ഈ വിഷയത്തിൽ നിന്ന് ദൈവം വിടുവിച്ചില്ല, നമ്മളെ ആര് വിടുവിക്കുമെന്നൊരു ഉത്തമ ബോധ്യത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ദൈവസന്ധി പ്രാർത്ഥിക്കുന്നവരായി തീരണം. ആമേൻ സ്തോത്രം. അല്ലാതെ പ്രശ്നത്തിൽ എന്ത് ചെയ്യല്, നമ്മൾ മുങ്ങിപ്പോകാനായിട്ടല്ല, ആ കഷ്ടതയുടെ നടുവിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വരാൻ യഹോവ
ശക്തനാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ അവർ പടകിൽ എന്ത് ചെയ്തു? വല വീശിയതുപോലെ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടാത്ത അവസ്ഥയിൽ അവർ അങ്ങനെ ഒതുങ്ങിയിരിക്കാൻ ശ്രമിച്ചില്ല. ആ കുരുടനെ പോലെ നിന്റെ ഒരു അവസ്ഥയിൽ നീ ഒതുങ്ങിയിരിക്കാതെ ദൈവത്തെ വിളിക്കുക, യഹോവയെ വിളിക്കുക. സത്യദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിലവിളിക്കുക, അല്ലെ എന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ആര് വിടുവിക്കുക, ആദ്യം മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് തോന്നാം മനുഷ്യരുടെ പേരുകൾ കട്ടിയിട്ട് ആദ്യം ചെന്നിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവം നീ പോലും അറിയാത്ത ചില വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്നു തരുവാൻ ശക്തനാണ്. അതുകൊണ്ട് ഈ വചനപ്രകാരം ദൈവം എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ദൈവം വളരെ അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.